ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് ബിരിയാണിക്കൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ പുതിന ചമ്മന്തിയും ബീട്രൂട്ടും സവാളയും കൊണ്ടുള്ള ഒരു സർലാസും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുതിന ചമ്മന്തി തയ്യാറാക്കാം. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പിടി പുതിന ഇല എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി 4 എണ്ണം, ഒരു പച്ചമുളക്, വിനാഗിരി 1 ടീസ്പൂൺ, ചിരകിയ തേങ്ങ 3/4 കപ്പ്, ഉപ്പ് 1 ടീസ്പൂൺ. ആദ്യം തന്നെ മിക്സിയിലെ ചെറിയ ജാറിലോട്ട് പുതിനയിലയും പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചിരകിയതും ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കി നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബീട്രൂട്ടിന്റെ പകുതി നീളത്തിൽ അരിഞ്ഞത്, 2 സവാള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തത്, 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഉപ്പ് 1/2 ടീസ്പൂൺ. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച ബീട്രൂട്ടിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കിയതുപോലെ, എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ബീട്രൂട്ടിന്റെ ഭയങ്കര കളറ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള സവാളയും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞതും മുളക് പൊടി വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായി കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ സർലാസും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ തയ്യാറാക്കിയിട്ടുള്ള പുതിന ചമ്മന്തി ആയാലും സർലാസ് ആയിട്ടുണ്ടെങ്കിലും ബിരിയാണിക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷസ് ആണ്. അപ്പൊ എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ 2 ഡിഷസും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.